വെൽക്കം ടു സ്റ്റൂ ട്രെൻഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നമ്മളൊരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടു. എന്താണ് നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കുകളിൽ നിന്ന് പ്രീവിയസിൽ ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതിനാണ് ഇമ്പോർട്ടൻസ് കുറവ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. സോ ആ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. കാരണം ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ പാർട്ട് വീഡിയോയിലാണ് ഇട്ടിരിക്കുന്നത്. സോ ഇനീഷ്യലി നിങ്ങൾ അത് പോയി കാണുക, അതിനുശേഷം മാത്രം ഈ ഒരു പാർട്ട് വീഡിയോ കാണും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫൈൻ. സോ നമുക്ക് 6ാമത്തെ ചാപ്റ്ററിലോട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ 5 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. 6ാമത്തെ ചാപ്റ്റർ ഏതാണ്? 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിന്റെ പേര്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ അതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി എഡ്ഡി കറണ്ടിനാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രയോറിറ്റി എഡ്ഡി കറണ്ട് എന്ന് പറയുന്ന ചോദ്യത്തിനാണ്. അതിനകത്ത് നമുക്കറിയാം അതൊരു അൺവാണ്ടഡ് കറണ്ട് ആണ്. ഒരു മൂവിങ് മെറ്റാലിക് പാർട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന അൺവാണ്ടഡ് കറണ്ടിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പറയാം. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങൾ പഠിക്കണം. എഡ്ഡി കറണ്ട് എങ്ങനെ മിനിമൈസ് ചെയ്യാം, ഹൗ വി ക്യാൻ മിനിമൈസ് എഡ്ഡി കറണ്ട്. രണ്ടാമത്തെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. എഡ്ഡി കറണ്ടിന്റെ അപ്ലിക്കേഷൻസ് ആണ്. എഡ്ഡി കറണ്ടിന്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഓഫ് ട്രെയിൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് വരുന്നുണ്ട്, ഫർണസ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് അതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. മിനിമൈസ് എങ്ങനെ ചെയ്യാം, അതിനകത്ത് കുറച്ച് സ്ലോട്ട്സ് ഇടുക അല്ലെങ്കിൽ ലാമിനേഷൻ കൊടുക്കുക, ഇതൊക്കെയാണ് മിനിമൈസ് സ്ട്രാറ്റജീസ് വരുന്നത്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല പരീക്ഷകളും ചോദിച്ചിട്ട് ഞാൻ ഇയർ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എല്ലാ ടോപ്പിക്കിലും നമ്മൾ ഇയർ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആണ്. വിശ്വസിക്കാം ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ ചോദിച്ച ചോദ്യമാണ് എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫാരഡേസ് ലോ ആണ്. ഫാരഡേസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ അറിയണം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? EMF ഈക്വൽ ആയിരിക്കും. അതാണ് ഫാരഡേസ് ലോ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ അറിയാലോ, E = d∅/dt ആണ്, അല്ലെങ്കിൽ E = n × d∅/dt ആണ്. ഈ ഫോർമുല വൃത്തിയാക്കി അറിയണം. ഇതിന്റെ മോഡിഫിക്കേഷൻ ആണ് നമ്മുടെ ലെൻസ് ലോ എന്ന് പറയുന്നത് അല്ലേ. ലെൻസ് ലോ എന്ന് പറഞ്ഞാൽ മൈനസ് ഇടും, വേറെ ഒരു വ്യത്യാസമില്ല. -d∅/dt വരും, അല്ലെങ്കിൽ -n × d∅/dt വരും. ഈ ഒരു നെഗറ്റീവ് സൈൻ വരും. അതാണ് ലെൻസ് ലോന്റെ പ്രത്യേകത. ലെൻസ് ലോയിൽ എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വരുന്നത്? ബിക്കോസ് ലെൻസ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ലോ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ EMF-ൽ വരുന്ന മാറ്റവും അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്ന മാറ്റത്തിനെ ഒപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഫാരഡേ ലോവും അതിന്റെ ഇക്വേഷനും ലെൻസ് ലോവും അതിന്റെ ഇക്വേഷനും പക്കയായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതാണ് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ട എഡ്ഡി കറണ്ടും അതിന്റെ അപ്ലിക്കേഷനും അതെങ്ങനെ മിനിമൈസ് ചെയ്യാം. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫാരഡേസ് ലോവും അതിന്റെ ഇക്വേഷനും ലെൻസ് ലോവും അതിന്റെ ഇക്വേഷനും. ഇതിനാണ് നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിങ്ങൾ തേർഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മോഷണൽ EMF-നാണ്. മോഷണൽ EMF എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഒരേ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? EMF = BLV. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്യുക? ഇങ്ങനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മൂവിങ് മെറ്റാലിക് പാർട്ട് ഇട്ടിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് X ആയിട്ടും ഈ ഡിസ്റ്റൻസ് L ആയിട്ടുള്ള ഡെറിവേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്ത ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് AC ജനറേറ്റർ. സോ പ്രയോറിറ്റിന്റെ ഓർഡറിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ അടുത്തത് ഇമ്പോർട്ടൻ്റ് AC ജനറേറ്റർ. എന്താണ് AC generator? It is a device which convert mechanical energy into electrical energy. മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് AC ജനറേറ്റർ. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഏറ്റവും ഇമ്പോർട്ടന്റ്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ എന്ന് പരീക്ഷകൾ കണ്ടുവരാറുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ പാർട്സ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് പാർട്സ് വരിക? പാർട്സ് അധികം ഡീറ്റെയിൽ ആയിട്ട് കൺസ്ട്രക്ഷൻ ചോദിക്കാറില്ല, എന്നാൽ കൂടി ഒന്ന് അറിഞ്ഞു വെക്കണം. ആർമേച്ചർ, സ്ലിപ്പ് റിംഗ്സ്, അതുപോലെ തന്നെ ബ്രഷസ്, ഫീൽഡ് മാഗ്നറ്റ്. സ്ലിപ്പ് റിംഗ്സ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് AC ജനറേറ്റർ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. ഏതാണ് ഇക്വേഷൻ? E = ε0 sin ωt. E = ε0 sin ωt. അപ്പൊ ഈ പറയുന്ന AC ജനറേറ്ററിന്റെ പാർട്സിനൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. E = E0 sin ωt. നമ്മൾ
ഡിറൈവ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പ്രിൻസിപ്പിൾ. സോ 6ാമത്തെ ചാപ്റ്റർ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ചോദ്യം. എഡി കറണ്ട് പഠിക്കണം, അതിന്റെ മിനിമൈസ്, അത് എങ്ങനെ മിനിമൈസ് ചെയ്യാം, അതിന്റെ അപ്ലിക്കേഷൻസ്, ഫാരഡേസ് ലോ, ലെൻസ് ലോ, അടുത്ത മോഷൻ EMFന്റെ ഡെറിവേഷനും പ്രോബ്ലംസും, AC ജനറേറ്ററിന്റെ എന്താണ് AC ജനറേറ്റർ, അതിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ പാർട്സ്, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അറിയണം. ഇതാണ് ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്സ്. പക്ഷേ ഈ ഒരു ഓർഡറിന് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ പഠിച്ചാൽ മതി. കൂടുതൽ തവണ വന്നിരിക്കുന്നത് എഡി കറണ്ട് ആണ്. ഓക്കെ, ക്ലിയർ? അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ. ഏതാണ് 7ാമത്തെ ചാപ്റ്റർ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മുടെ 7th ചാപ്റ്റർ. സോ 7th ചാപ്റ്ററിൽ കുറേ അധികം ഡെറിവേഷൻസ് നിങ്ങൾക്ക് അറിയാം. സോ അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൂടുതൽ പരീക്ഷകളിലും ചോദിച്ച ഡെറിവേഷൻ എന്ന് പറയുന്നത് AC അപ്ലൈഡ് ടു കപ്പാസിറ്റർ. AC അപ്ലൈഡ് ടു കപ്പാസിറ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. AC അപ്ലൈഡ് ടു കപ്പാസിറ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇൻഡക്ടറിന്, അതിനുശേഷം ഇൻഡക്ടറിന്, ദെൻ റെസിസ്റ്ററിന് കേട്ടോ. ഈ ഒരു ഓർഡർ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. AC അപ്ലൈഡ് ടു കപ്പാസിറ്റർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, അതിനുശേഷം ഇൻഡക്ടർ കൊടുക്കുക, ദെൻ റെസിസ്റ്റർ കൊടുക്കുക. കാരണം കപ്പാസിറ്റർ പല പരീക്ഷകളും ചോദിച്ചിട്ടുണ്ട്. 2010, 2012, 2014 തുടങ്ങിയ കുറേ പരീക്ഷകളിൽ കപ്പാസിറ്റർ ബേസ് ചെയ്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ പറയുന്ന AC അപ്ലൈഡ് ടു ആ ഒരു ഡെറിവേഷൻ ഒപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഫേസർ ഡയഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫ് ഉണ്ട്. ഫേസർ ഡയഗ്രാമും ഗ്രാഫും പക്കയായിട്ട് പഠിച്ചു വയ്ക്കുക. ഫേസർ ഡയഗ്രാമും ഗ്രാഫും പക്കയായിട്ട് അറിയണം. കാരണം ഒരു ഫേസർ ഡയഗ്രാം തന്നിട്ട് അത് ഏത് കൈൻഡ് ഓഫ് കണക്ഷൻ ആണെന്ന് ചോദിച്ചിട്ട് അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഫേസർ ഡയഗ്രാമും ഗ്രാഫും പക്കയാണെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതായത് വോൾട്ടേജ് ഏത് ലീഡ് ചെയ്യുന്നു, കറണ്ട് എവിടെ ലാഗ് ചെയ്യുന്നു, എത്ര ഡിഗ്രി ലാഗ് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയായിരിക്കണം കേട്ടോ. അടുത്ത കാര്യം, രണ്ടാമത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്ടർ, അതായത് XL-നും XC-ക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അതിന്റെ ഫോർമുല എന്താണ്, അത് ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ ഇത് പക്കയായിരിക്കണം കേട്ടോ. മൂന്നാമത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, തേർഡ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ട്രാൻസ്ഫോമേഴ്സിനാണ്. ട്രാൻസ്ഫോമേഴ്സിൽ ഇമ്പോർട്ടൻറ്റ്, ട്രാൻസ്ഫോമേഴ്സിൽ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ട്രാൻസ്ഫോമേഴ്സിൽ വരുന്ന ലോസിനാണ്. ലോസ് ഇൻ ട്രാൻസ്ഫോമർ നമുക്കറിയാം. കോപ്പർ ലോസ് ഉണ്ട്, എഡി കറന്റ് ലോസ് വരുന്നുണ്ട്, ഹിസ്റ്ററിസിസ് ലോസ് വരുന്നുണ്ട്, ഫ്ലെക്സ് ലോസ് വരുന്നുണ്ട്. സോ ഈ പറയുന്ന ലോസസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇക്വേഷനിലെ പ്രോബ്ലംസ് വരാറുണ്ട്. പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ്, സെക്കൻഡറി ഇമ്പോർട്ടൻസ് മാത്രം പ്രോബ്ലംസിന് കൊടുക്കുക. ഏതാണ് പ്രോബ്ലംസ് വരാറുള്ളത്? ഇതിനകത്ത് നമ്മുടെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസ് തമ്മിലുള്ള റിലേഷൻ, അത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് വരാറുണ്ട്. കൂടുതൽ ഇമ്പോർട്ടൻസ് ലോസസ് ഇൻ ട്രാൻസ്ഫോമേഴ്സിന് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. പിന്നെ റെസൊണൻസ് പല പരീക്ഷകളും കാണാറുണ്ട്, പക്ഷേ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലില്ല. സോ റെസൊണൻസ് കണ്ടീഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞു വെക്കുക. അതായത് L⍵ = 1/C⍵, XL = XC പറയുന്ന പോലെ തന്നെ L⍵ = 1/C⍵ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് റെസൊണൻസ് വരിക. സോ റെസൊണൻസ് ഒന്ന് അറിഞ്ഞു വെക്കുക. കാരണം കൂടുതൽ പരീക്ഷാ പേപ്പറും ഞാൻ എക്സാമിൻ ചെയ്തപ്പോൾ കൂടുതൽ കണ്ട ചോദ്യമാണ് റെസൊണൻസും LCR സർക്യൂട്ടും. പക്ഷേ ഇത് രണ്ടും നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലില്ല. സോ ചോദ്യങ്ങൾ വരാം, പക്ഷേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കാം. സോ 3 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്, ദെൻ ഇൻഡക്ടർ, ദെൻ റെസിസ്റ്റർ. അതിനുശേഷം നിങ്ങളുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ദെൻ ട്രാൻസ്ഫോമേഴ്സിന് പ്രയോറിറ്റി കൊടുക്കുക. ട്രാൻസ്ഫോമേഴ്സിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ലോസസിനാണ്. ദെൻ നമ്മുടെ എന്താ പറയുക പ്രോബ്ലംസിന്, അതായത് N1/N2 = V1/V2 അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടല്ലോ. സോ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷം റെസൊണൻസ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ പറ്റുവാണെങ്കിൽ റെസൊണൻസും LCR സർക്യൂട്ടും ഒന്ന് നോക്കിയിട്ട് പോകും. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് കടക്കാൻ പോകുന്നത് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിലോട്ടാണ്. 8th ചാപ്റ്റർ. ഏതാണ് 8ാമത്തെ ചാപ്റ്റർ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്റർ. സോ അതിനകത്ത് വളരെ കുഞ്ഞു ചാപ്റ്ററാണ്, അതിനകത്ത് അത്രയേ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. സോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതിന്റെ അപ്ലിക്കേഷൻസും. വേവ്സും അതിന്റെ അപ്ലിക്കേഷൻസും. ഓരോ വേവ്സ് ഏതിനാണ് അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് അപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കോളം വരച്ചിട്ട് തന്നെ കാണിച്ചു തന്നു, ഓരോ വേവ്സും അതിന്റെ അപ്ലിക്കേഷൻസും. അത് തന്നെയാണ് കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത്. ഉദാഹരണം 2010 2011 2013 മാർച്ച് 2013 ഇഷ്ടം പോലെ പരീക്ഷകളിൽ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതിന്റെ അപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ്, 1 മാർക്കിന് ചോദിക്കാം, ടേബിൾ മാച്ചിങ്ങിന് ചോദിക്കാം, ഫിൽ ഇൻ ദ ബാങ്ക്സ് ചോദിക്കാം. സോ വളരെ ഇമ്പോർട്ടൻറ്റ് ഇതിന് കൊടുക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി വേവ്സും അതിന്റെ അപ്ലിക്കേഷൻസിനും. രണ്ടാമത്തെ പ്രയോറിറ്റി എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, എന്താണ് EM വേവ്സ്, അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസുകൾ.
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ബേസ് ചെയ്ത പ്രോപ്പർട്ടീസിന് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? അതായത് ഇലക്ട്രിക്കൽ ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വൽ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന വേവിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുക. സോ അതിന്റെ പ്രോപ്പർട്ടീസിന് ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ മിനിമം ഒരു 4 പ്രോപ്പർട്ടീസ് മിനിമം പഠിച്ചു വെക്കാം. മിനിമം ഒരു 4 പ്രോപ്പർട്ടീസ് പഠിക്കാം. മിനിമം 4 പ്രോപ്പർട്ടീസ് എങ്കിലും പഠിച്ചു വെക്കണം. പല പരീക്ഷകളും ചോദിക്കാറുണ്ട്. ഈ പ്രോപ്പർട്ടീസിന്റെ ഇടയിൽ കൂടെ കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസ് വരുന്നുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ എഴുതി തന്നെ പ്രോപ്പർട്ടീസ് ചോദിക്കുക. കാരണം ആ ഇക്വേഷൻ ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. സോ ഈ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ അത് ബേസ് ചെയ്ത കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസ് വരുമല്ലോ. വെലോസിറ്റിന്റെ ഒക്കെ ഇക്വേഷൻസ് വരാറുണ്ട്. സോ ആ ഇക്വേഷൻസ് തറവായി പഠിക്കുക. അതുപോലെ തന്നെ മിനിമം ഒരു 4 പ്രോപ്പർട്ടീസ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കും. മിനിമം ഒരു 4 പ്രോപ്പർട്ടീസ്. അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് കറന്റിനാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് മാത്രം ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് കൊടുത്താൽ മതി. ആദ്യം ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അടുത്ത ഇമ്പോർട്ടന്റ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, അതിന്റെ ഡെറിവേഷൻ പക്കയായിട്ട് പഠിക്കാം. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഡെറിവേഷൻ പഠിക്കുമ്പോൾ ഡയഗ്രാം മറക്കരുത്. ഡയഗ്രാം എഴുതി തന്നെ ഡെറിവേഷൻ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ ഇതാണ് അതിന്റെ പ്രയോറിറ്റിന്റെ ഓർഡർ. സോ കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന വേവ്സും അതിന്റെ അപ്ലിക്കേഷൻസും, അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ്, അതിനുശേഷം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമുക്ക് ഇവിടെ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? 9ാമത്തെ ചാപ്റ്റർ ഏതാണ്? റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. പക്ഷെ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലില്ല. സോ റേ ഒപ്റ്റിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കാം. ഓക്കെ, റേ ഒപ്റ്റിക്സിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് പ്രിസം ആണ്. പ്രിസം ഞാൻ ഷൂട്ടറിന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റേ ഒപ്റ്റിക്സിന്റെ 3rd പാർട്ട് വീഡിയോയിലാണ് പ്രിസം വരുന്നത്. പ്രിസം മാത്രമേ 3rd പാർട്ട് വീഡിയോയിൽ വരുന്നുള്ളൂ. സോ 3rd പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം 2009 സേ, 2011 സേ, 2013, 2015, 2012 ഇത്രയും പരീക്ഷകളിൽ പ്രിസം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിസം പഠിക്കുന്ന സമയത്ത് ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം എഴുതി തന്നെ പ്രിസം ഡെറിവേഷൻ എഴുതുക. അല്ലാതെ ജസ്റ്റ് ഡെറിവേഷൻസ് മക്കപ്പ് ചെയ്ത പോലെ എഴുതരുത്. ഡയഗ്രാം വരച്ച് ഇൻഡിവിജ്വലി പാർട്സ് മെൻഷൻ ചെയ്ത് മാത്രം പ്രിസത്തിന്റെ ഡെഫിനിഷൻ പഠിക്കുക, അല്ലെങ്കിൽ ഡെറിവേഷൻ പഠിക്കുക. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ റിഫ്രാക്ഷൻ ത്രൂ ലെൻസ് ആണ്. ലെൻസിലുള്ള റിഫ്രാക്ഷൻ ത്രൂ ലെൻസിലുള്ള റിഫ്രാക്ഷൻ ത്രൂ ലെൻസ് കൊടുക്കുക. 3rd പ്രയോറിറ്റി ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്ക് കൊടുക്കുക. 3rd പ്രയോറിറ്റി ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതാണ് ആ ഓർഡർ. കൂടുതൽ തവണ റിഫ്രാക്ഷൻ ത്രൂ ലെൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ അതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻസ്, 4th ഇമ്പോർട്ടൻസ്, ഇത് ഞാൻ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച പ്രയോറിറ്റിയിലാണ് എഴുതുന്നത് കേട്ടോ. അടുത്ത് റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫേസ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫേസിന്. സോ ഡെറിവേഷൻസ് കുറെ ഉണ്ട്. സോ അതിൽ ഈ ഒരു പ്രയോറിറ്റിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം. നെക്സ്റ്റ് വൺ അവർ ചോദിച്ചു കാണാറുള്ളത് നമ്മുടെ റിലേഷൻ ഉണ്ട്. അതായത് ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ F=R/2. ഞാൻ പറഞ്ഞു തന്നൊരു റിലേഷൻ ആണ്. സോ ഇതിന്റെ ഒരു കുഞ്ഞ് ഡെറിവേഷൻ വരുന്നുണ്ട്. സോ അതും പഠിക്കുക. F=R/2ന്റെ ഡെറിവേഷൻ. അടുത്തത് പഠിക്കേണ്ടത് F=R/2 എന്ന് പറയുന്ന റിലേഷൻ. അതിന്റെ കൂടെ തന്നെ സൈൻ കൺവെൻഷനും പക്കയായിട്ട് പഠിച്ചു വെക്കണം. ദെൻ ഇത്രയൊക്കെ ഉള്ളൂ പരീക്ഷകളിൽ കൂടുതലായിട്ട് ചോദിച്ചു വരാറുള്ളത്. ഇതിൽ കൂടുതൽ ചോദ്യങ്ങളില്ല. സോ ഒന്നുകൂടി പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട പ്രിസം, പിന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, റിഫ്രാക്ഷൻ ത്രൂ ലെൻസ്, റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫേസ്, ഇത്രയും കാര്യങ്ങളാണ് ഡെറിവേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞു റിലേഷൻ F=R/2, അതും പഠിച്ച് പക്കയായിട്ട് വെക്കുക. സൈൻ കൺവെൻഷൻ, ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഏതാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ഏതാണ് നെഗറ്റീവ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഈ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വെക്കുക. ദെൻ അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലോസ് ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഇതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ഉണ്ടല്ലോ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ, അതിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ച ചോദ്യമാണിത്. എന്നാൽ കൂടി നിങ്ങൾ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ ഇത് കൂടി പഠിക്കുക. ലോസ് ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷനും 2 ലോസ് വരും എല്ലാത്തിലും. 2 ലോസും പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ലോസ് എഴുതുമ്പോൾ ഡയഗ്രാം വരച്ച് പഠിക്കണം. ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും റിഫ്ലക്റ്റഡ് റേ ഒക്കെ കാണിച്ച് തന്നെ പഠിക്കുക. സോ ഇതൊക്കെയാണ് നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറയാം. അടുത്ത നമ്മൾ 10ാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കണം. നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ഏതാണ്? നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നതാണ് 10ാമത്തെ ചാപ്റ്റർ. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, അധികമൊന്നുമില്ല. ആകെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഓഫ് പ്ലെയിൻ വേവ് ആണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഡെറിവേഷൻ കഴിഞ്ഞ് വരുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ചോദ്യം, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യം എന്ന് പറയുന്നത് പോളറൈസേഷൻ ആണ്.
പോളറൈസേഷൻ എന്ന് പറയുന്ന ചോദ്യം കൂടുതൽ പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അറൌണ്ട് 2013, 2014, 2014 2017 തുടങ്ങിയ ഇഷ്ടം പോലെ പരീക്ഷകളിൽ ചോദിച്ചൊരു കാര്യമാണ് പോളറൈസേഷൻ. പോളറൈസേഷൻ എഴുതുന്ന സമയത്ത് ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു തന്നു പോളറൈസേഷൻ ഞാനൊരു 2 സ്റ്റെപ്പ് ആയിട്ടാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഡയഗ്രാം ബേസ് ചെയ്തിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പോളറൈസേഷൻ പക്കയായിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പോളറൈസേഷൻ ആണ്. ഈ ചാപ്റ്ററിൽ സെക്കൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓരോരോ വേവ് ഫ്രണ്ടും അതിന്റെ സോഴ്സസും, വേവ് ഫ്രണ്ടും അതുപോലെ തന്നെ അതിന്റെ സോഴ്സസും. അതായത് ഇപ്പോൾ പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഏത് കൈൻഡ് ഓഫ് വേവ് ഫ്രണ്ട് ഫോം ചെയ്യും, അതുപോലെ തന്നെ പാരലൽ ആയിട്ടുള്ള ലൈൻ സോഴ്സ് ആണെങ്കിൽ ഏത് കൈൻഡ് ഓഫ് വേവ് ഫ്രണ്ട് ആണ്, ഒരു ലീനിയർ സോഴ്സ് ആണെങ്കിൽ ഏത് കൈൻഡ് ഓഫ് വേവ് ഫ്രണ്ട് ഫോം ചെയ്യും. ഈ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പല പരീക്ഷകളും റിപ്പീറ്റ് ചെയ്താണ്. സോഴ്സും അതുണ്ടാക്കുന്ന വേവ് ഫ്രണ്ടും പക്കയായിട്ട് അറിയണം. സോഴ്സും അതുണ്ടാക്കുന്ന വേവ് ഫ്രണ്ടും പക്കയായിട്ട് അറിയണം. അടുത്ത ഇമ്പോർട്ടന്റ് ഹ്യൂജീൻസ് പ്രിൻസിപ്പിൾ ആണ്. ഹ്യൂജീൻസ് പ്രിൻസിപ്പിൾ അതും ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടുതൽ ചോദ്യ പേപ്പറിൽ കണ്ടുവരാണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് പോളറൈസേഷൻ, പിന്നെ വേവ് ഫ്രണ്ടും അതിന്റെ സോഴ്സും, അടുത്ത ഹ്യൂജീൻസ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ ബ്രിസ്റ്റോസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. ബ്രിസ്റ്റോസ് ലോ എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ തവണ ഇതാണ് നെക്സ്റ്റ് പ്രയോറിറ്റി മാത്രം ബ്രിസ്റ്റോസ് ലോ കൊടുക്കുക. ലോസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാതിരിക്കുക. പക്കയായിട്ട് ഡെഫിനിഷൻ അതുപോലെ തന്നെ പഠിക്കുക. ദെൻ അതിന്റെ ഇക്വേഷൻ, ലോസ് വരുമ്പോൾ അതിന്റെ ഇക്വേഷനും വൃത്തിയായിട്ട് എഴുതുക. ലോസിൽ ഡയഗ്രാംസ് ഓറിയന്റഡ് ആണെങ്കിൽ ഡയഗ്രാംസ് വരയ്ക്കുക, ഇക്വേഷൻ എഴുതുക. 2 മാർക്ക് ആണെങ്കിൽ പോലും 2 മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ ഡയഗ്രാം, ഇക്വേഷൻ, ഡെഫിനിഷൻ, ലോസ് ആ രീതിയിൽ എഴുതുക. ഓൺ വേർഡ്സിലും ലോസ് എഴുതാതിരിക്കുക. അതിനുശേഷം മാത്രം പ്രയോറിറ്റി നിങ്ങളുടെ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും കൊടുക്കുക കേട്ടോ. പഠിക്കണ്ടെന്ന് പറയുന്നില്ല, അതിനുശേഷം മാത്രം പ്രയോറിറ്റി കൊടുക്കുക. ഡെറിവേഷൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറച്ച് ഡിഫിക്കൽട്ട് ആയ ഡെറിവേഷൻസ് ആണ്. സോ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം പ്രയോറിറ്റി ഏതിന് കൊടുക്കുക? റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ചോദ്യത്തിന് കൊടുക്കുക. അത് ഡെറിവേഷൻ കൈൻഡ് ഓഫ് ചോദ്യമാണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ദെൻ ഇത് പഠിക്കുക, കാരണം കൂടുതൽ പരീക്ഷാ പേപ്പറിലും ഈ ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അതിനുശേഷം മാത്രമാണ് ഈ പറയുന്ന റിഫ്രാക്ഷന്റെയും റിഫ്ലക്ഷന്റെയും ഡെറിവേഷൻസ് കാണാറുള്ളത്. സോ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓരോരോ ചോദ്യങ്ങളും പക്കയായിട്ട് തന്നെ പഠിക്കാം. നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് 11ാമത്തെ ചാപ്റ്റർ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ. സോ അതിനകത്ത് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തന്നെയാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സോ ജസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന പേര് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ വർക്കിങ്ങും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ടേംസ് വരാറുണ്ട്. ആ ടേംസും പക്കയായിട്ട് പഠിച്ചിട്ട് പോകണ്ട. ഏതൊക്കെയാണ് ടേംസ് എന്ന് പറയാം. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ. മൂന്നാമത്തെ എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ. സോ ത്രെഷോൾഡ് ഫ്രീക്വൻസി, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, വർക്ക് ഫംഗ്ഷൻ. അടുത്ത ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇന്റൻസിറ്റി, അതുപോലെ തന്നെ ഫ്രീക്വൻസി. ഈ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് എന്ത് മാറ്റമാണ് വരുന്നത്, അത് ഗ്രാഫായിട്ട് പഠിക്കാം. സോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് മാറ്റം വരുന്നു, ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് മാറ്റം വരുന്നു, ഈ കാര്യങ്ങൾ പക്കയായിട്ട് പഠിച്ചു വെക്കുക. സോ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം കുറേ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ 2012, 14, 16 തുടങ്ങിയ ഇഷ്ടം പോലെ പരീക്ഷകളിൽ ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത കാര്യം, നെക്സ്റ്റ് കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡി ബ്രോഗ്ലി റിലേഷൻ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഡി ബ്രോഗ്ലി റിലേഷൻ ആണ്. ഡി ബ്രോഗ്ലിന്റെ ഇക്വേഷൻ പക്കയായിട്ട് ഡിറൈവ് ചെയ്യാൻ അറിയണം. ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആണ് പക്കയായിട്ട് പല പരീക്ഷകളിലും ചോദിച്ച ചോദ്യമാണ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്നത്. 2012 മാർച്ച്, 2012 സേ, 2013 സേ, 2015 പല ചോദ്യ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അടുത്തത് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് മൂന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത്. ആദ്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതിന്റെ കാര്യങ്ങളും, അതിനുശേഷം ഡി ബ്രോഗ്ലി ഇക്വേഷൻ, അതിനുശേഷം ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നെക്സ്റ്റ് അത്രയേ ഉള്ളൂ. ഇത്രയേ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൂ. വേറെ ഒന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല പരീക്ഷാ പേപ്പറിൽ. സോ പരീക്ഷാ പേപ്പറിൽ കണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്, അല്ലാതെ എൻ്റെ ഓൺവേർഡ്സിൽ ഞാനൊന്നും പറയുന്നില്ല. കൂടുതൽ പരീക്ഷകളും ചോദിച്ചിരിക്കുന്ന ഈ ഒരു പ്രയോറിറ്റിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യങ്ങളാണ്. സോ വൃത്തിയായിട്ട് പഠിക്കാം. അടുത്ത നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ ഉണ്ട്. 12ാമത്തെ ചാപ്റ്റർ ഏതാണ്? ആറ്റംസ് ആണ് നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. കുറച്ച് ടോപ്പിക്സ് ഉള്ളൂ. കൂടുതൽ തിയറി കൺസെപ്റ്റ് വരുന്ന ഒരു ടോപ്പിക് ചാപ്റ്റർ ആണ് ആറ്റംസ് എന്ന് പറയുന്നത്. സോ അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരിക്കും. അതായത് 1/λ =
R into 1/m² minus 1/n². ഈ ഒരു ഫോർമുല ബേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഒരു ഫോർമുല ബേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഞാൻ എക്സാമിൻ ചെയ്ത കൂടുതൽ പരീക്ഷാ പേപ്പറിലും ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. സോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്ത ഇമ്പോർട്ടൻസ് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ ബോർ മോഡലിനാണ്. ബോർ മോഡലാണ് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ബോർ മോഡലിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബോർ മോഡലിൽ മിനിമം ഒരു 4, എല്ലാത്തിലും മിനിമം ഒരു 4 പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും പഠിച്ചു പോയി. കാരണം 2 മാർക്കിന് ചോദിക്കുമ്പോൾ 4 പോസ്റ്റ്ലേറ്റ്സ് എഴുതാതെ അവർ ഫുൾ മാർക്ക് തരില്ല. സോ മിനിമം ഒരു 4 പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും ബോർ മോഡൽ, റുദർഫോർഡ് മോഡലിലൊക്കെ പഠിച്ചു വയ്ക്കാം. അടുത്തത് മൂന്നാമത്തെ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് ഓരോരോ ഹൈഡ്രജന്റെ ഓരോ സ്പെക്ട്രം ഉണ്ട്. അത് വരുന്ന റീജിയൻസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലൈമാൻ സ്പെക്ട്രം ഏത് റീജിയനിൽ വരുന്നു, ബാൽമർ സ്പെക്ട്രം ഏത് റീജിയനിൽ വരുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് മാത്സ് ടേബിളിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് 1 മാർക്ക് ചോദ്യമായിട്ടും ചോദിക്കാറുണ്ട്. സോ വൃത്തിയായിട്ട് സ്പെക്ട്രവും അതിന്റെ റീജിയനും പഠിച്ചു വയ്ക്കാം. നാലാമത്തെ പ്രയോറിറ്റി ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഡയഗ്രാം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഡയഗ്രാം ഒരു 2-3 ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ട് ഡയഗ്രാം വരയ്ക്കണം. എല്ലാ സ്പെക്ട്രവും വരുന്ന ഡയഗ്രാമാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഡയഗ്രാം. വൃത്തിയായിട്ട് പഠിച്ച് തന്നെ വരയ്ക്കണം. അടുത്തത് നെക്സ്റ്റ് വൺ അടുത്ത ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് റുദർഫോർഡിന്റെ ഡ്രോബാക്സിനാണ്. റുദർഫോർഡിന്റെ ഡ്രോബാക്സിനാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാം കഴിഞ്ഞിട്ട് മാത്രം റുദർഫോർഡിന്റെ ഡ്രോബാക്സ് പഠിക്കുക. സോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത പ്രോബ്ലംസിനാണ്. അതിനുശേഷം ബോർ മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ് അതിൽ മിനിമം 4 പഠിക്കുക. നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഓരോ സ്പെക്ട്രവും അതിന്റെ റീജിയണും അത് വരുന്ന റീജിയണും പഠിക്കുക. അതിനുശേഷം ഹൈഡ്രജൻ സ്പെക്ട്രം പക്കയായിട്ട് വരച്ച് തന്നെ പഠിക്കുക. അല്ലാതെ ഒരു തവണ നോക്കിയിട്ട് പോയിട്ട് അവിടെ പോയി വരയ്ക്കാൻ പറ്റില്ല. സോ പ്രോപ്പർ ആയിട്ട് വരച്ച് തന്നെ പഠിക്കുക. അതിനുശേഷം റുദർഫോർഡിന്റെ ഡ്രോബാക്സ് 2 ഡ്രോബാക്സ് ഉള്ളൂ. സോ 2 വൃത്തിയായിട്ട് പഠിക്കുക. നമ്മുടെ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. ഏതാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ? നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ ന്യൂക്ലിയൈ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. അതിനനുസരിച്ച് കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. അതിൽ ഞാൻ എക്സാമിൻ ചെയ്ത 90% ചോദ്യ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് T12 അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ്. സോ പക്ഷെ അത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല. സോ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ചോദ്യങ്ങളും പരീക്ഷകളിൽ കണ്ടുവരാറുണ്ട്. സോ ഇതും വേണമെങ്കിൽ പഠിച്ചോ. T12 അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ് അത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ഫിഷനും ഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം വൃത്തിയായിട്ട് പഠിക്കുക. അതിനകത്ത് അപ്ലിക്കേഷനും പഠിക്കണം. ഏതൊക്കെയാണ് ഫിഷനും ഫ്യൂഷനും എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണം. സോ ഫിഷനും ഫ്യൂഷനും ടേബുലർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത് രണ്ടാമത് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ? ഉറപ്പായും ഫിഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത്. ഫിഷൻ ആണ് ഫ്യൂഷനേക്കാളും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 2012 സെയിം മാർച്ച് പബ്ലിക് എക്സാമിന് 2014 തുടങ്ങിയ ഇതിലെല്ലാം ചോദിച്ചിട്ടുണ്ട്. അടുത്ത പ്രയോറിറ്റി കൊടുക്കേണ്ടത് റിയാക്ടറിനാണ്. ന്യൂക്ലിയർ റിയാക്ടറും അതിന്റെ പാർട്സും അതിന്റെ ഫംഗ്ഷനും വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അടുത്ത പ്രയോറിറ്റി കൊടുക്കേണ്ടത് ന്യൂക്ലിയർ റിയാക്ടറിനും അതിന്റെ പാർട്സിനും അതിന്റെ ഫംഗ്ഷൻസിനും. ഓരോ പാർട്ടും ഏത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ കാര്യങ്ങൾ പക്കയായിട്ട് പഠിച്ചു വെക്കുക. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഫിഷൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അടുത്ത ന്യൂക്ലിയർ റിയാക്ടറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അതിനുശേഷം മാത്രം ഇമ്പോർട്ടൻസ് ഫ്യൂഷന് കൊടുക്കുക. നെക്സ്റ്റ് പ്രയോറിറ്റി മാത്രം ഫ്യൂഷന് കൊടുക്കുക. ഫിഷൻ കഴിഞ്ഞിട്ട് അടുത്ത നിങ്ങൾ നേരെ പോയി പഠിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറും അതിന്റെ പാർട്സും അതിന്റെ ഫംഗ്ഷനും. ദെൻ ന്യൂക്ലിയർ ഫ്യൂഷൻ പഠിച്ചാൽ മതി. ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കുറെ കൺസെപ്റ്റ് മനസ്സിലാവും. ദെൻ അതിന്റെ ഇക്വേഷൻസ് മാത്രം ഇവിടെ പഠിച്ചാൽ മതിയാവും. അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റേഡിയോ ആക്ടിവിറ്റി. എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന ചോദ്യം. എന്താണ് റേഡിയോ ആക്ടിവിറ്റി? അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി ലോ എന്താണ് ചോദിക്കും. റേഡിയോ ആക്ടിവിറ്റി ലോ ആണ് ഇമ്പോർട്ടന്റ്. എന്താണ് റേഡിയോ ആക്ടിവിറ്റി, അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ മതി നിങ്ങളുടെ ആൽഫ ബീറ്റ ഗാമ ഡി കെ. അടുത്ത ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി ആൽഫ ബീറ്റ ഗാമ ഡി കെ. ഇതാണ് അതിന്റെ പ്രയോറിറ്റി. കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ച പ്രയോറിറ്റിയാണിത്. ആദ്യം ഫിഷനും ഫ്യൂഷനും ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കുക. ഫിഷൻ പഠിക്കുക, റിയാക്ടറും അതിന്റെ പാർട്സും പർപ്പസും പഠിക്കുക, ഫ്യൂഷൻ പഠിക്കുക, നെക്സ്റ്റ് റേഡിയോ ആക്റ്റീവ് ലോ പഠിക്കുക, അതിനുശേഷം ആൽഫ ബീറ്റ ഗാമ ഡി കെ പഠിക്കുക. അടുത്തുള്ളത് നമ്മുടെ അടുത്ത ചാപ്റ്ററിലോട്ട് പോകണം. അവസാനത്തെ ചാപ്റ്റർ ഏതാണ്? 14ാമത്തെ ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ഇതിന് എനിക്ക് മെറ്റീരിയൽസ് ഒന്നും വേണ്ട. കാരണം ഞാൻ എല്ലാ ചോദ്യ പേപ്പറിലും കണ്ടുവരാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. ഏറ്റവും കൂടുതൽ തവണ ഫുൾ വേവിനേക്കാളും ചോദിച്ചു കണ്ടിട്ടുള്ള ഹാഫ് വേവ് ആണ്. അപ്പൊ സെക്കൻഡ് പ്രയോറിറ്റി എന്തിനു തന്നെ ആയിരിക്കും?
ഫുൾ വേവ് റെക്ടിഫയറിന് തന്നെയായിരിക്കും. ഇത് പഠിക്കുന്ന സമയത്ത് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ചെയ്യേണ്ട ഒരു പർപ്പസ് എന്ന് വെച്ചാൽ അത് ഡയഗ്രാം വരയ്ക്കുക, കൺസ്ട്രക്ഷൻ വരയ്ക്കുക, വർക്കിംഗ് വരയ്ക്കുക, ഈ ഒരു ഫോർമാറ്റിൽ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സോ ഹാഫ് വേവ് പഠിക്കുക കൂടുതലായിട്ട്, പിന്നെ ഫുൾ വേവ് പഠിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗേറ്റ്സ്, ലോജിക് ഗേറ്റുകൾ പഠിക്കുക. ലോജിക് ഗേറ്റ് പഠിക്കും തോറും അതിൻ്റെ ഡയഗ്രാമും പഠിക്കണം, അതിൻ്റെ ട്രൂത്ത് ടേബിളും പഠിക്കണം. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള 3 ടോപ്പിക്കും പരീക്ഷകൾ കണ്ടുവരാറുണ്ട്. അതിൽ എനിക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. സോ ഈ ഒരു ഇമ്പോർട്ടൻസിൽ പഠിക്കുക. ആദ്യം ഹാഫ് വേവ് റെക്ടിഫയർ പക്കയായിട്ട് പഠിക്കുക, എന്താണ് റെക്ടിഫിക്കേഷൻ എന്ന് അറിയണം കേട്ടോ. പിന്നെ ഡയോഡിന്റെ ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്, അതാണ് അടുത്തത്. എന്താണ് ഫോർവേഡ് ബയാസിങ്, എന്താണ് റിവേഴ്സ് ബയാസിങ്, ഈ കാര്യങ്ങൾ പക്കയായിട്ട് അറിയാം. ഈ ഒരു 4 ചോദ്യങ്ങളാണ് പരീക്ഷകളിൽ കണ്ടുവരാറുള്ളത്. സോ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ, എന്താണ് ഫുൾ വേവ് റെക്ടിഫയർ, അതുപോലെ തന്നെ ലോജിക് ഗേറ്റ്സ് പഠിക്കുമ്പോൾ ഡയഗ്രാമും ട്രൂത്ത് ടേബിളും പഠിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും നമ്മുടെ ഡയോഡിന്റെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ. പ്രീവിയസ് ഇയറിൽ വന്നിട്ട് ഇത് മാത്രം പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല, ഇത് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോ നമ്മുടെ ഈ കമന്റ് ബോക്സിലൊക്കെ ഇട്ടാലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.